ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ 5ാമത്തെ യൂണിറ്റ് നമ്മളൊന്ന്. അതിൽ നമ്മുടെ ഫസ്റ്റത്തെ പാഠം താങ്ങും തണലും എന്നുള്ള പാഠത്തിലെ ആശംസ എന്നുള്ള പാഠമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ വേദന എന്നുള്ള പാഠത്തിന്റെ ക്ലാസ്സും കുട്ടമാനും കൊട്ടാരം എന്നുള്ള പാഠത്തിന്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ കാണുക. നമ്മുടെ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ക്ലാസ് നമ്മുടെ 2ാമത്തെ പാഠം 1-ലെ 2ാമത്തെ ഭാഗം ആശംസ. അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ആശംസ എഴുതിയിരിക്കുന്നത് ആരാണ്? പി മധുസൂദനൻ. കവി പി മധുസൂദനന്റെ ഞാൻ ഇവിടെയുണ്ട് എന്ന കൃതിയിലെ ഒരു കുറച്ച് ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാൻ തന്നിരിക്കുന്നത്. നമുക്കിവിടെ പഠിക്കാനുള്ളത് പാഠത്തിന്റെ പേര് ആശംസ. ഇവിടെ എന്താ ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്? ഒരു കുട്ടി എന്ത് ചെയ്യാണ്? കിളിക്കൂട് തുറക്കുകയാണ് അല്ലെ. കിളിക്കൂട് തുറന്നിട്ട് അതിൽ കിളിയെ എന്ത് ചെയ്യുക? പറത്തി വിടുകയാണ് അല്ലെ. കിളിയെ പറത്തി വിടുകയാണ്. അപ്പൊ എന്ത് ചെയ്യണം? ആ കുട്ടി ആ കിളിയെ എന്ത് ചെയ്യണം? അവിടെ നിന്ന് മോചിപ്പിക്കണം. ആ കൂട്ടിൽ നിന്നും തുറന്നു വിടുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം ഇത് വായിച്ചു നോക്കാം. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ. എന്താ മന്ദഹസിക്കുക വെച്ചാല് പുഞ്ചിരിക്കുക, ചിരിക്കുക അല്ലെ. അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിൽ മലിവായി പടരട്ടെ. നോവുകൾ പറഞ്ഞാൽ എന്താ? വേദനകൾ. അവരുടെ ഹൃദയം നിങ്ങളുടേതിനും ഒത്തുമിടിക്കട്ടെ. അവരുടെ ശബ്ദം നിങ്ങളുടേതിനും ഒത്തുമുഴങ്ങട്ടെ. നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ. കാലത്തിന്റെ ഇരുട്ടിൽ ജീവിതവെട്ടം നിറയട്ടെ. ഇതെല്ലാം ആശംസയാണ് അല്ലെ. ആശംസിക്കുകയാണ്. അപ്പൊ എന്തൊക്കെയാ ആശംസിക്കുന്ന കവി? മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ. എല്ലാവരും എന്ത് ചെയ്യട്ടെ? നിങ്ങൾ സന്തോഷിക്കുന്ന സമയത്ത് എല്ലാവരും നിങ്ങളോടൊപ്പം സന്തോഷിക്കട്ടെ, പുഞ്ചിരിക്കട്ടെ. അവരുടെ നോവുകൾ നിങ്ങൾക്കുള്ളിലും അലിവായി പടരട്ടെ. എന്താണ്? അവരുടെ വേദനകളും കൂടെ എന്ത് ചെയ്യുക? ഷെയർ ചെയ്യുക. അവരുടെ ഹൃദയം നിങ്ങളുടേതിനും ഒത്തുമിടിക്കട്ടെ. അവരുടെ ശബ്ദം നിങ്ങളുടേതിനും ഒത്തു മുഴങ്ങട്ടെ അല്ലെ. എല്ലാവരുടെ ശബ്ദവും ഒരേപോലെ എന്ത് ചെയ്യട്ടെ? മുഴങ്ങട്ടെ. നിങ്ങൾ കരുതിയ പരിഭവമെല്ലാം ഇല്ലാതാകട്ടെ. നിങ്ങൾ കരുതിയ എല്ലാ വിഷമങ്ങളും എല്ലാ സങ്കടങ്ങളും ഇല്ലാതാകട്ടെ. കാലത്തിന്റെ ഇരുട്ടിൽ ജീവിതവെട്ടം നിറയട്ടെ. ജീവിതത്തിൽ എന്നും വെളിച്ചം നിറയട്ടെ. വെട്ടം പറഞ്ഞ എന്താ? വെളിച്ചം നിറയട്ടെ. സന്തോഷം ഉണ്ടാവട്ടെ എന്നൊക്കെ എന്ത് ചെയ്യണം? ആശംസിക്കുകയാണ് അല്ലെ. വിഷ് ചെയ്യാണ്. അപ്പൊ നമ്മുടെ നോക്കൂ, ആരാ വിഷ് ചെയ്യുന്നത്? നമ്മളെ കവി പി മധുസൂദനൻ അല്ലെ. മധുസൂദനൻ ഇത് അദ്ദേഹത്തിന്റെ വരികളിലൂടെ വിഷ് ചെയ്യാണ് ഓരോന്നും. അപ്പൊ ഇവിടെ ഈ കുട്ടി എന്ത് ചെയ്യാണ്? ആ പക്ഷിയെ തുറന്നു വിട്ടിട്ട് മോചിപ്പിക്കുകയാണ്. നീയും പറന്ന് സന്തോഷിക്കുക. നീയും എന്ത് ചെയ്യുക? ഒരു കൂട്ടിന്റെ തടവിൽ അകപ്പെടാതെ നീയും എന്ത് ചെയ്യുക? സ്വതന്ത്രരാവൂ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആ കിളിയെ തുറന്നു വിടുകയാണ് അല്ലെ. നിഘണ്ടു നോക്കി അർത്ഥം കണ്ടെത്തൂ. നിഘണ്ടു നോക്കിയിട്ട് ഡിക്ഷണറി നോക്കിയിട്ട് ഈ വാക്കുകളുടെ അർത്ഥം കണ്ടെത്താനാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? ഈ വാക്കുകളുടെ അർത്ഥം നോക്കാം. മന്ദഹസിക്കുക പറഞ്ഞാൽ പുഞ്ചിരിക്കുക. നോവ് പറഞ്ഞാൽ വേദന. അലിവ് ദയ. പരിഭവം പറഞ്ഞാൽ എന്താ? സങ്കടം. വെട്ടം വെളിച്ചം. ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം. കണ്ടോ? കുട്ടി തുറന്നു വിട്ട് ആ പക്ഷി ഏതാ? തത്തമ്മയാണ് അല്ലെ. തത്തമ്മയെ തുറന്നു വിട്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും സന്തോഷമായി. ഫസ്റ്റത്തെ ചോദ്യം, കവിത താളമിട്ട് ചൊല്ലു. അപ്പൊ എന്ത് ചെയ്യാ? കവിതയ്ക്ക് നല്ലൊരു താളമൊക്കെ ഇട്ട് കൊടുത്ത് ഒരു ട്യൂണില് ഒരു ഈണത്തിൽ എന്ത് ചെയ്യുക? കവിത പ്രസന്റ് ചെയ്യുക ക്ലാസ്സില്. അടുത്ത ചോദ്യം, എന്തെല്ലാമാണ് കവി ആശംസിക്കുന്നത്? എന്തൊക്കെയാണ് കവി ആശംസിക്കുന്നത്? നമ്മളോടൊപ്പം മറ്റുള്ളവരും മന്ദഹസിക്കട്ടെ, പുഞ്ചിരിക്കട്ടെ. അലിവുണ്ടാവട്ടെ. നമ്മുടെ ഹൃദയം മിടിക്കട്ടെ. എപ്പോ? മറ്റുള്ളവരുടെ ഹൃദയവും നമ്മുടെ ഹൃദയത്തോടൊപ്പം മിടിക്കട്ടെ. മറ്റുള്ളവരുടെ ശബ്ദം ഉയർന്നു മുഴങ്ങട്ടെ. നമ്മളോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ ശബ്ദം എങ്ങനെ? ഉയർന്നു മുഴങ്ങട്ടെ. പരിഭവങ്ങൾ ഇല്ലാതായി ഇരുട്ട് നിറഞ്ഞ ജീവിതം പ്രകാശമാനമാകട്ടെ എന്നെല്ലാമാണ് കവി ആശംസിക്കുന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള അടുത്ത ചോദ്യമാണ്, ഇതിൽ പറഞ്ഞിട്ടുള്ള ആശംസകളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കൂ. ഇത് കുറെ ആശംസകളുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ ഏറ്റവും നിങ്ങൾക്ക് ഏതാ ഇഷ്ടം? അത് തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. നമ്മളോടൊപ്പം മറ്റുള്ളവർ മന്ദഹസിക്കട്ടെ എന്ന ആശംസയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് ആശംസയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്? അത് എന്ത് ചെയ്യുക? എഴുതുക. സ്വന്തമായി ചില ആശംസാ വാക്യങ്ങൾ എഴുതി നോക്കൂ. ക്ലാസ്സിൽ അവതരിപ്പിച്ച് ചർച്ച ചെയ്യൂ. നമുക്ക് കുറച്ച് ആശംസാ വാക്യങ്ങൾ എഴുതാം. കുട്ടികളെ പോലെ പുഞ്ചിരിക്കാൻ നമ്മൾക്കും കഴിയട്ടെ. കുട്ടികളെ പോലെ എന്ന് വെച്ചാൽ എന്താ? അതായത് നിങ്ങളും കുട്ടികളാണ് അല്ലെ. എന്നാൽ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ലേ? അവർക്ക് ഒരു എങ്ങനെ അവർ ചിരിക്കുക? എന്തെങ്കിലും നല്ല നിഷ്കളങ്കമായി പുഞ്ചിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ പുഞ്ചിരിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷികളെ പോലെ പാറിപ്പറക്കാൻ നമ്മൾക്കും കഴിയട്ടെ എന്ന് വെച്ചിട്ട് പക്ഷികളെ പോലെ പാറിപ്പറക്കാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ചിറക് വെച്ച് പറക്കുകയാണോ? അല്ല. അതുപോലെ സ്വതന്ത്രരായിട്ട് നമുക്കും എന്ത് ചെയ്യാൻ? ജീവിക്കാൻ സാധിക്കട്ടെ എന്നാണ് പറയുന്നത്. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക? ആശംസാവാക്യങ്ങൾ എഴുതി ചേർക്കുക. അടുത്ത ചോദ്യം,
കവിതയിലെ ഏതെല്ലാം വാക്കുകൾക്ക് പകരം അതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകൾ ഉപയോഗിക്കാം. കവിതയുടെ താളം തെറ്റാതെ നോക്കണേ. മറ്റുള്ളവർ നിങ്ങളോടൊപ്പം പുഞ്ചിരിക്കട്ടെ, മന്ദഹസിക്കട്ടെ എന്നതിന് പകരം എന്തെഴുതാം? പുഞ്ചിരിക്കട്ടെ. നിങ്ങൾ കരുതിയ നോവുകളെല്ലാം എന്ന് മാറ്റി നമുക്ക് എന്തെഴുതാം? സങ്കടമെല്ലാം ഇല്ലാതാവട്ടെ. കാലത്തിന്റെ തമസിൽ ജീവിത വെളിച്ചം നിറയട്ടെ. അടുത്ത ചോദ്യം നോക്കൂ. ഇവിടെ ചിത്രമാണ് തന്നിരിക്കുന്നത്. എന്താ നിങ്ങൾക്ക് മനസ്സിലാവും? നമുക്ക് ആദ്യം നോക്കുമ്പോൾ തന്നെ എന്താ മനസ്സിലാവുക? കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഇവിടെ ഒരു മതിലുണ്ട് അല്ലെ? മതിലിന്റെ മറുവശത്ത് ആരാണ്? ഒരാള് ചെയറിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു കുട്ടി എന്ത് ചെയ്യണം? അപ്പുറത്ത് കാണുന്ന കാഴ്ചകളൊന്നും കാണാൻ പറ്റാതെ നിൽക്കുകയാണ് അല്ലെ? അതായത് മതിൽ കാരണം. കുട്ടിക്ക് ഹൈറ്റ് ഇല്ല, ചെറിയ കുട്ടിയാണ്. അപ്പൊ മതിലിന് അപ്പുറമുള്ള കളിയൊന്നും ആ കുട്ടിക്ക് കാണാൻ പറ്റുന്നില്ല അല്ലെ? പക്ഷെ ഇവിടെ എന്താണ്? ഇദ്ദേഹം ഇരിക്കുന്നത് ചെയറിലാണ് ഇരിക്കുന്നത് അല്ലെ? അപ്പൊ ഇത് അദ്ദേഹം ഇരുന്ന് ആ കുട്ടികളെ കളി കാണുന്നുണ്ട്. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ നോക്കി, കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്? കളി കാണാൻ ശ്രമിക്കുകയാണ് അല്ലെ? പക്ഷെ കുട്ടിക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. പോസ്റ്റർ പരിശോധിക്കൂ. എന്തെല്ലാം കാണുന്നുണ്ട്? കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെക്കൂ. അപ്പൊ എന്താണ് മനസ്സിലായത് പോസ്റ്റർ പരിശോധിച്ചപ്പോ? കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഒരു മതിലുണ്ട്. മതിലിന് മറുവശം കസേരയിൽ ഇരുന്ന് അധ്യാപകൻ കളി കാണുന്നുണ്ട് അല്ലെ? അത് അധ്യാപകൻ ആകാം, അതല്ലെങ്കിൽ എന്താണ്, ചിലപ്പോ ആ കുട്ടിയുടെ അച്ഛനാകാം അല്ലെ? ആരോ ഒരാള് ഇരിക്കുന്നുണ്ട്. ഇവിടെ അധ്യാപകൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. മതിലിന്റെ ഉയരം കാരണം കളി കാണാനാവാതെ ഒരു കുട്ടി അധ്യാപകനരികിൽ നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത ചിത്രം നോക്കൂ. അടുത്ത ചിത്രത്തിൽ എങ്ങനെയാണ്? കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയാണ്. മറ്റുള്ളവരും നിങ്ങളോടൊപ്പം മന്ദഹസിക്കട്ടെ എന്നാണ് മതിലിൽ എഴുതിയിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇവിടെ നോക്കൂ, ഈ ചിത്രത്തിൽ എന്താണ്? അദ്ദേഹം ഇരിക്കുന്ന ചെയറിൽ ആ കുട്ടിയെ നിർത്തിയിട്ട് ആ കുട്ടിയെ കളി കാണിപ്പിക്കുകയാണ് അല്ലെ? 2 പോസ്റ്ററുകൾ കണ്ടല്ലോ. ഇതിൽ മികച്ച പോസ്റ്റർ ഏതാണ്? എന്തുകൊണ്ട്? പറയൂ. എന്താണ് കാരണം? രണ്ടാമത്തെ പോസ്റ്ററാണ് മികച്ചത്. ഏത് പോസ്റ്ററാണ് മികച്ചത്? രണ്ടാമത്തേതാണ് അല്ലെ? തീർച്ചയായിട്ടും. കാരണം അധ്യാപകന്റെ സ്നേഹവും കരുതലും സൂചിപ്പിക്കുന്ന പോസ്റ്ററാണ്. ആദ്യത്തെ പോസ്റ്ററിൽ അധ്യാപകൻ കുട്ടിയെ കുറിച്ച് ചിന്തിക്കുന്നതേ ഇല്ല. എന്നാൽ രണ്ടാമത്തെ പോസ്റ്ററിൽ അധ്യാപകൻ തന്റെ കസേര കുട്ടിക്കായി എന്നാണ് കേട്ടോ. എന്നാൽ കുട്ടിക്കായി വിട്ടു നൽകുന്നു. വാത്സല്യത്തോടെ കുട്ടിയെ അതിൽ കയറ്റി കളി കാണിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ മികച്ച പോസ്റ്റർ രണ്ടാമത്തെയാണ്. അടുത്ത ചോദ്യം എന്താ? നല്ലൊരു പോസ്റ്ററിന് എന്തെല്ലാം പ്രത്യേകതകൾ വേണമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ചർച്ച ചെയ്യും. അപ്പൊ നമ്മൾ 2 പോസ്റ്റർ കണ്ടു. ഒരു പോസ്റ്റർ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയായിരിക്കണം, എന്തൊക്കെ പ്രത്യേകതകൾ ഉണ്ടാവണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അതാണ് എഴുതേണ്ടത്. പോസ്റ്ററിലെ ചിത്രങ്ങളും വിഷയവും ആകർഷണീയമായിരിക്കണം. തീർച്ചയായിട്ടും നമ്മൾ പോസ്റ്റർ വരയ്ക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം? ചിത്രങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ? അതുപോലെ വിഷയം എങ്ങനെയായിരിക്കണം? ആകർഷണീയമായിരിക്കണം, എന്ന് വെച്ചാൽ അട്രാക്റ്റീവ് ആയിരിക്കണം. ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് മുഴുവൻ കാര്യങ്ങളും അവതരിപ്പിക്കാൻ കഴിയണം. ഇവിടെ എന്താണ്? നമ്മൾ ഇവിടുത്തെ പോസ്റ്റർ നമ്മൾ കണ്ടില്ലേ? എല്ലാവരും മന്ദഹസിക്കട്ടെ എന്നുള്ളത് ഒരു വരിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ വളരെ ചുരുങ്ങിയ വാക്കുകളാണ് പോസ്റ്റർ ചെയ്യുന്ന സമയത്ത് എഴുതേണ്ടത്. കാഴ്ചക്കാരുടെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന രീതിയിൽ വേണം പോസ്റ്റർ രൂപകൽപ്പന ചെയ്യാൻ. അപ്പൊ പോസ്റ്റർ കണ്ടത് നമുക്കൊന്ന് വായിക്കാൻ തോന്നണം അല്ലെ? എന്താണ് അതിലുള്ളതെന്ന് വായിക്കാൻ തോന്നണം. പോസ്റ്ററിലെ അക്ഷരങ്ങൾ വലുതായിരിക്കണം. അപ്പൊ നമ്മൾ വളരെ ചുരുങ്ങിയ വാക്കുകളാണ് എഴുതുന്നത്. അപ്പൊ അതെന്തായിരിക്കണം? അക്ഷരങ്ങളെല്ലാം വലുതായിരിക്കണം. വളരെ ചെറിയ അക്ഷരങ്ങൾ എഴുതരുത്. കുറച്ച് വലുതാക്കിയിട്ട് നല്ല ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വേണം എന്ത് ചെയ്യാൻ? പോസ്റ്റർ എഴുതാൻ. ആളുകൾ ശ്രദ്ധിക്കുന്ന നിറങ്ങൾ കൊടുക്കണം. നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. നല്ല ആകർഷണീയം എന്ന് പറയുന്നത് എന്താ? അട്രാക്റ്റീവ് ആയിരിക്കണം. അത് ആ പോസ്റ്റർ കണ്ടതും ആൾക്കാർ എന്ത് ചെയ്യണം? അത് വായിക്കാൻ നോക്കണം അല്ലെ? അപ്പൊ നല്ല അട്രാക്റ്റീവ് ആയിരിക്കണം. നല്ല നിറങ്ങൾ കൊടുത്തിട്ട് വേണം പോസ്റ്റർ വരയ്ക്കാൻ. നേരത്തെ തയ്യാറാക്കിയ ആശംസവാക്യം ഉൾക്കൊള്ളിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കൂ. പോസ്റ്ററിൽ യോജിച്ച ചിത്രങ്ങൾ ചേർക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പൊ നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആശംസവാക്യം ഉൾക്കൊള്ളിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പോസ്റ്റർ തയ്യാറാക്കുക. ആ പോസ്റ്ററിന് നമ്മൾ ഏത് ആശംസവാക്യമാണ് നമ്മൾ ഉൾക്കൊള്ളുന്നത് അതിന് അനുയോജ്യമായ ചിത്രങ്ങളും കൂടെ ചേർത്തിട്ട് എന്ത് ചെയ്യുക? ഒരു പോസ്റ്റർ തയ്യാറാക്കുക. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.